അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 5ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ അവസാനത്തെ പാഠം 25ാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അൽ ഹജ്ജ് വൽ ഉംറ. ഈ പാഠത്തിലെ ഹജ്ജ്, ഉംറ ഇവയുടെ ഫർളുകള്, വാജിബാത്തുകള് ഒക്കെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. നമുക്ക് പാഠം ഒന്ന് വായിച്ച് വിശദീകരിക്കാം. അദ്റസുൽ ഖാമിസു വൽ ഇശ്റൂൻ, പാഠം 25. അൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും. മക്കയിൽ ചെന്ന് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ആഗ്രഹിക്കാത്ത സത്യവിശ്വാസികളില്ല. ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണവ നിർബന്ധമായിട്ടുള്ളത്. ഹജ്ജ് ഉംറയും ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് നിർബന്ധമുള്ളൂ. അപ്പോൾ ഒരാള് 2 or 3 പ്രാവശ്യം ഹജ്ജും ഉംറയും ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തതും മൂന്നാമത്തതും സുന്നത്തായി പരിഗണിക്കപ്പെടും. അവ വാജിബാകാൻ ചില ഷർത്തുകളുണ്ട്. ഹജ്ജ് ഉംറയും ഒരാൾക്ക് നിർബന്ധമാകാന് ഉള്ള ഷർത്തുകള് 3 ഷർത്തുകളാണ്. 1, മുസ്ലിം ആവുക, സ്വതന്ത്രനാവുക, കഴിവുള്ളവനാവുക. മുസ്ലിം ആയാൽ മാത്രമേ ഹജ്ജ് ഉംറയും നിർബന്ധമുള്ളൂ. സ്വതന്ത്രനാവുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ അടിമ ആവാതിരിക്കുക. നമ്മളൊന്നും ഒരാളുടെ അടിമയില്ല. നബി തങ്ങളുടെ കാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. അന്ന് മറ്റൊരാളുടെ അടിമയായി നിൽക്കുന്ന ഒരാൾക്ക് ഹജ്ജ് ഉംറ നിർബന്ധമില്ല. നമ്മളൊക്കെ സ്വതന്ത്രന്മാരാണ്. 3, കഴിവുള്ളവനാവുക എന്ന് പറഞ്ഞാല് അവിടേക്ക് ഹജ്ജ് ഉംറ ചെയ്യാൻ പോവാന് സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള യാത്രാ സൗകര്യം ഉണ്ടായിരിക്കണം. അവിടേക്ക് പോകാനുള്ള ടിക്കറ്റിനുള്ള പൈസ ഉണ്ടായിരിക്കണം, വിസക്കുള്ള പൈസ ഉണ്ടായിരിക്കണം. അതുപോലെ ശാരീരികമായ കഴിവുണ്ടായിരിക്കണം, ഹജ്ജ് ഉംറ ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടായിരിക്കണം. ഈ 3 രീതിയിലും കഴിവുള്ളവനായിരിക്കണം. ഇനി സ്ത്രീകൾക്ക് ഇതിന് പുറമെ 2 ഷർത്തുകൾ കൂടിയുണ്ട്. ഇദ്ദയിൽ അല്ലാതിരിക്കുക. ഭർത്താവ് മരിച്ചു, ഭാര്യ ഇദ്ദയിലിരിക്കുക. അങ്ങനെ ഏത് ഇദ്ദയിലും ഇരിക്കുന്ന സ്ത്രീ അല്ലാതിരിക്കണം. കൂടെ ഭർത്താവോ മഹ്റമോ വിശ്വസ്തകളായ സ്ത്രീകളോ ഉണ്ടായിരിക്കും. 2ാമത്തെ ഷർത്ത്, സ്ത്രീക്ക് ഒറ്റക്ക് പോകാൻ പറ്റില്ല. കൂടെ മഹ്റം എന്ന് പറഞ്ഞാല് വിവാഹബന്ധം ഹറാമില്ലാത്തവർ, വിവാഹബന്ധം ഹറാമായ ആളുകള്, അവരാണ് മഹ്റം. അഥവാ ഒരു പെണ്ണ് പോവാണെങ്കിൽ, ഒരു സ്ത്രീ പോവാണെങ്കിൽ ആ സ്ത്രീയുടെ ഉപ്പ, നേരെ അനിയന്, നേരെ ജ്യേഷ്ഠന്, പിന്നെ സഹോദരന്മാര്, ഇങ്ങനെ ആരെങ്കിലും കൂടെ ഉണ്ടായിരിക്കണം. വിവാഹബന്ധം ഹറാമായ ആളുകൾ ആരെങ്കിലും ഉണ്ടായിരിക്കണം. ആങ്ങളമാര് അല്ലെങ്കിൽ ഉപ്പ, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കണം. വിശ്വസ്തകളായ സ്ത്രീകൾ, വിശ്വസിക്കാൻ പറ്റും, നമ്മൾ അയൽവാസികളായ സ്ത്രീകള് അല്ലെങ്കിൽ നമ്മുടെ പെങ്ങന്മാര്, അങ്ങനെ ആരെങ്കിലും കൂടെ ഉണ്ടായിരിക്കണം. ഇനി ഹജ്ജിന്റെ ഫർളുകൾ. 1, ഇഹ്റാം ചെയ്യാം. ഹജ്ജിൽ പ്രവേശിക്കുന്നെന്ന് കരുതാം. അത് നമ്മൾ നിസ്കാരത്തിൽ നിയ്യത്ത് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഹജ്ജിൽ പ്രവേശിക്കുന്നെന്ന് കരുതാം. അതിനാണ് ഇഹ്റാം ചെയ്യുക എന്ന് പറയാം. 2, അറഫയിൽ ഹാജരാവാം. അറഫ വലിയ മൈതാനാണ്. അദ്നബിയും അവാബിയും പരസ്പരം കണ്ട് തിരിച്ചറിഞ്ഞ ഒരു സ്ഥലമാണ് അറഫ. ആ അറഫ മൈതാനിൽ ഹാജരാവാം. ഇതിന്റെ സമയം പോയാണ് ദുൽഹിജ്ജ 9 ഉച്ച തിരിഞ്ഞത് മുതൽ. ദുൽഹിജ്ജ 9 നമ്മളെ ബലിപെരുന്നാളിന്റെ തലേ ദിവസമാണ്. അന്ന് ഉച്ച തിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെയാണ് അതിന്റെ സമയം. പെരുന്നാൾ ദിവസം ഫജ്ർ എന്ന് പറഞ്ഞാല് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സമയം ഫജ്ർ. അപ്പൊ ആ രാവിലെ പ്രഭാത സമയം വരെയാണ് അവിടെ ഹാജരാവേണ്ട സമയം. 3, ഇഫാദത്തിന്റെ ത്വാഫ് ചെയ്യാം. അറഫയിൽ ഹാജരായതിനു ശേഷം ചെയ്യേണ്ട ത്വാഫാണ് ഇഫാദത്തിന്റെ ത്വാഫ്.
4 സഫ മർവയുടെ ഇടയിൽ 7 പ്രാവശ്യം സഅയ് ചെയ്യാം. സഫ മർവ എന്നീ 2 പർവ്വതങ്ങൾക്കിടയിൽ 7 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അതിനാണ് സഅയ് ചെയ്യുക എന്ന് പറഞ്ഞു. ഹജറ ബീവി കുട്ടിക്ക്, ഇസ്മായിൽ എന്ന കുട്ടിക്ക് ദാഹിച്ച സമയത്ത് വെള്ളം അന്വേഷിച്ചുകൊണ്ട് സഫ മർവ പർവ്വതങ്ങൾക്കിടയിൽ നടന്നിരുന്നു. അതിന്റെ പ്രതീകമാണ് സഫ മർവയുടെ സഅയ് ചെയ്യുന്നത്. 5 തലയിൽ നിന്ന് മുടി നീക്കുക. സ്ത്രീകളാണെങ്കിൽ തലയിൽ നിന്ന് കുറച്ച് മുടി നീക്കുക. പിന്നെ പുരുഷന്മാരാണെങ്കിൽ ഏറ്റവും നല്ലത് തല മൊട്ടടിക്കലാണ് ഏറ്റവും നല്ലത്. 6 തർത്തീബ്. ഈ ഫർളുകളൊക്കെ ക്രമപ്രകാരം ചെയ്യുക, അതിനാണ് തർത്തീബ് എന്ന് പറയുന്നത്. ക്രമം തെറ്റ് ചെയ്താൽ ഹജ്ജ് ശരിയാവുകയില്ല. അറഫയിൽ ഹാജരാവൽ അല്ലാത്ത ഉംറക്കും ഫർള. ഇതിൽ ഉംറയുടെ ഫർള് ചോദിച്ചാല് അറഫയിൽ ഹാജരാവല് ഒഴിവാക്കിയിട്ട് ബാക്കി 5 ഫർളുകളും ഉംറയുടെയും ഫർളുകൾ ആകുന്നു. ഇനി ഹജ്ജിന്റെ വാജിബാത്തുകൾ. 1 മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യാം. മീഖാത്ത് എന്ന് പറഞ്ഞാൽ ഇഹ്റാം ചെയ്യേണ്ട സ്ഥലങ്ങൾ. 2 പെരുന്നാൾ രാവ് പകുതിയായ ശേഷം മുസ്ദലിഫയിൽ രാത്രി താമസിക്കാം. പെരുന്നാൾ രാവ് പകുതിയായതിനു ശേഷം മുസ്ദലിഫ എന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ രാത്രി താമസിക്കാം. 3 അയ്യാമു തശ്രീഖിന്റെ രാവുകളിൽ മിക്ക സമയം മിനയിൽ രാത്രി താമസിക്കാം. അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 11, 12, 13, അതാ ബലിപെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള 3 ദിവസം. ഈ 3 ദിവസത്തെ രാവുകളിൽ മിക്ക സമയം മിനയിൽ രാത്രി താമസിക്കാം. 4 ജംറകളിൽ കല്ലെറിയുക. 3 ജംറുണ്ട്: ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ. ഈ 3 ജംറകളിൽ കല്ലെറിയാം. 5 വിദാഇന്റെ തവാഫ് ചെയ്യാം. നമ്മള് ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് ചെയ്യുന്ന തവാഫാണ് വിദാഇന്റെ തവാഫ് ചെയ്യാം. ഇനി അടുത്ത പേജില് ഹജ്ജിന്റെ മീഖാത്തുകൾ കൊടുത്തിട്ടുണ്ട്. വിശദമായിട്ട് വലിയ ക്ലാസ് പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പേരുകൾ മാത്രം പഠിച്ചാൽ മതി. ഹജ്ജിന്റെ മീഖാത്തുകൾ യലംലം, ദുൽ ഹുലൈഫ, ജുഹഫ, കർണ മനാസിൽ, ദാത്ത് ഇർക്ക് എന്നിവയാണ്. ഇഹ്റാം ചെയ്യേണ്ട കാലം ശവ്വാല്, ദുൽഖഅദ, ദുൽഹിജ്ജ 10-ാം രാവ് ഉൾപ്പെടെയുള്ള ദിവസം. ഉംറക്ക് നിശ്ചിത കാലമില്ല. ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ ഹറാമായ ചില കാര്യങ്ങളുണ്ട്, അവ പിന്നീട് പഠിക്കുക. ഹജ്ജിന് ഇഹ്റാം ചെയ്ത ഹറാമായ ചില കാര്യങ്ങളുണ്ട്, അത് പിന്നീട് നമ്മൾ വലിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഈ പേജിൽ പറഞ്ഞത് ഹജ്ജിന്റെ മീഖാത്തുകള് യലംലം, ദുൽഹുലൈഫ, ജുഹഫ, കർണ മനാസിൽ, ദാത്ത് ഇർക്ക്. ഇഹ്റാമിന്റെ കാലം ശവ്വാല്, ദുൽഖഅദ, ദുൽഹിജ്ജ 10-ാം രാവ് ഉൾപ്പെടെയുള്ള ദിവസം. ഇനി തെദിരിവാദ് നോക്കാം. ഹജ്ജ് വാജിബാകാനുള്ള ഷർത്തുകൾ ഏതെല്ലാം? 1 മുസ്ലിം ആവുക, സ്വതന്ത്രനാവുക, കഴിവുള്ളവനാവുക. ഇനി 2 ഹജ്ജിന്റെ ഫർളുകൾ. 1 ഇഹ്റാം ചെയ്യൽ, 2 അറഫയിൽ ഹാജരാവുക, 3 ഇഫാദത്തിന്റെ തവാഫ് ചെയ്യുക, 4 സഫ മർവയുടെ ഇടയിൽ 7 പ്രാവശ്യം സഅയ് ചെയ്യുക, 5 തലയിൽ നിന്ന് മുടി നീക്കുക, 6 തർത്തീബ്. 3 ഹജ്ജിന്റെ വാജിബാത്തുകൾ. 1 മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക, 2 പെരുന്നാൾ രാവ് പകുതിയായ ശേഷം മുസ്ദലിഫയിൽ രാത്രി താമസിക്കുക, അയ്യാമു തശ്രീഖിന്റെ രാവുകളിൽ മിക്ക സമയം മിനയിൽ രാത്രി താമസിക്കുക, ജംറകളിൽ കല്ലെറിയ, വിദാഇന്റെ തവാഫ് ചെയ്യാം. 4 മീഖാത്തുകൾ യലംലം, ദുൽഹുലൈഫ, ജുഹഫ, കർണ മനാസിൽ, ദാത്ത് ഇർക്ക്. ഹജ്ജിന്റെ ഇഹ്റാമിന്റെ കാലം ശവ്വാല്, ദുൽഖഅദ, ദുൽഹിജ്ജ 10-ാം രാവ് ഉൾപ്പെടെയുള്ള ദിവസം. ഉത്തരം പറയുക. ഇഹ്റാം എന്നാൽ എന്ത്? ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് കരുതൽ, ഇതിനാണ് ഇഹ്റാം എന്ന് പറയുക. 2 അറഫയിൽ ഹാജരാവണം എപ്പോൾ? ദുൽഹിജ്ജ 9-ന് ഉച്ച തിരിഞ്ഞതു മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെയാണ് അതിന്റെ സമയം. 3 ഇഫാദത്തിന്റെ തവാഫ് ചെയ്യണം എപ്പോൾ?
അറഫയിൽ ഹാജരായ ശേഷമാണ് അത് ചെയ്യേണ്ടത്. 4 ഉംറയുടെ ഫർളുകൾ ഏവ? ഉംറയുടെ ഫർളുകള്: 1 ഇഹ്റാം ചെയ്യുക, 2 ഇഫാദത്തിന്റെ തവാഫ് ചെയ്യുക, 3 സഫാ മർവയുടെ ഇടയിൽ സഈ 7 പ്രാവശ്യം സഈ ചെയ്യുക, തലയിൽ നിന്ന് മുടി നീക്കുക, തർത്തീബ്. ഈ അറഫയിൽ നിൽക്കലിനെ ഒഴിവാക്കിയിട്ട് ബാക്കി 5 കാര്യങ്ങൾ പറഞ്ഞ ഉംറയുടെ ഫർളുകൾ ആയി. ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ഹജ്ജ് ഉംറയെ നിർവഹിച്ചവരുണ്ടോ? ഉണ്ടാവുമല്ലോ. അവരെ സന്ദർശിച്ച് യാത്രാ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് കുറിപ്പ് തയ്യാറാക്കാം. അടുത്തത് സഫ മർവ കുന്നുകൾക്കിടയിൽ സഹി സഞ്ചാരം നിങ്ങൾ പഠിച്ചുവല്ലോ. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം കണ്ടെത്തി ക്ലാസ്സിൽ പ്രസംഗിക്കുക. സഫ മർവ പർവ്വതങ്ങൾക്കിടയിൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഹജറ ബി ഇസ്മായിൽ നബി അലൈഹി സ്വലാം ചെറിയ കുട്ടിയായ സമയത്ത് ജലത്തിന് വേണ്ടി കരഞ്ഞ സമയത്ത് ഹാജറ ബീവി കുട്ടിക്ക് വേണ്ടി വെള്ളം അന്വേഷിച്ചുകൊണ്ട് നടന്നതിന്റെ പ്രതീകമാണ് ആ കാര്യം നമ്മൾ ചെയ്യുന്നത്. സഫ മർവ കുന്നുകൾക്കിടയിൽ സഹി ചെയ്യുന്നത്. നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.